റോഡുകളും പാലങ്ങളും വികസനത്തിന്റെ പുതുവസം തന്നെയുണ്ട്. ഭാവി കേരളത്തിന്റെ വികസന സ്വപ്നങ്ങളെ മുൻകൂട്ടി കണ്ട് നാടിന് വികസനത്തിന്റെ പാതയിലേക്ക് നയിക്കുകയാണ് ഇടത് ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്. എവിടാ ഈ പ്രവൃത്തി ആദ്യം ഏറ്റെടുത്ത കരാറുകാരൻ പ്രവൃത്തി നടത്താത്തതിനെ തുടർന്ന് അദ്ദേഹത്തെ ഒഴിവാക്കുകയും വീണ്ടും ആ കരാർ അവസാനിപ്പിക്കുകയും 3.3 കിലോമീറ്റർ ദൂരം 3.8 മീറ്റർ വീതിയിൽ BMDC ചെയ്ത് നവീകരിച്ചിരിക്കുകയാണ് ഈ റോഡ്. ഈ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ PA മുഹമ്മദ് റിയാസ് അവറുകളാണ്. പശ്ചാത്തല വികസിപ്പിക്കുന്നതിന് ശക്തമായ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതിന് വകുപ്പിന് ഇപ്പോൾ സാധിക്കുന്നുണ്ട്. ഒരു കാലത്തും നടക്കാൻ പോകുന്നില്ല എന്നത് പലരും നേരിട്ട് വന്ന് എന്നോട് സംസാരിച്ചിട്ടുണ്ട്. ഇനി ഈ റോഡ് നടക്കാൻ പോകുന്നില്ല. ഞങ്ങളെല്ലാം ജീവിതത്തിൽ തന്നെയാണ്. അങ്ങനെ ആളുകൾ ചിന്തിച്ചതിൽ തെറ്റില്ല. ഇവിടെ കരാറുകാർ മാറി വന്നു. ചിലർ വന്ന് റോഡിൻ്റെ പണി തുടങ്ങി, മുമ്പോട്ട് പോയി, പിന്നെ അവർ ഉപേക്ഷിച്ചു. പ്രവൃത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ തയ്യാറായില്ല. ഇങ്ങനെ വീണ്ടും കരാറെടുത്ത് അതും 6 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഉപേക്ഷിച്ചു പോകുന്ന നിലപാട് സ്വീകരിച്ചു.
ഇങ്ങനെയൊക്കെ വന്ന സമയത്ത് റോഡ് റീടെൻഡർ ചെയ്ത് അങ്ങേയറ്റത്തെ നിശ്ചയദാർഢ്യത്തോടെ ഗവൺമെന്റ് പ്രകടിപ്പിച്ച ഇച്ഛാശക്തിയാണ് ഈ റോഡ് വീണ്ടും ടെൻഡർ ചെയ്യാൻ അവസരമുണ്ടാക്കി. ടെൻഡർ ചെയ്തപ്പോൾ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി റോഡിന്റെ പ്രവൃത്തി ഏറ്റെടുക്കാൻ തയ്യാറായി. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി നിരവധി വികസന പ്രവർത്തനങ്ങളിൽ ഇടപെടുന്നത് ഈ പഞ്ചായത്തിലെ 4ാമത്തെ പാലത്തിലാണ് മന്ത്രി എന്ന് തറക്കല്ലിട്ടത്. ആട്ടൂത്തുതാഴ പാലം, പാറക്കടവത്തുതാഴ പാലം, തോട്ടത്തകണ്ടി പാലം, ഈ 3 പാലങ്ങളും നേരത്തെ ജനങ്ങൾക്ക് വേണ്ടി തുറന്നു. 4ാമത്തെ പാലത്തിന് മന്ത്രി ഇന്ന് തറക്കല്ലിട്ടു. ഓണം കഴിഞ്ഞ ഉടനെ അതിൻ്റെ പ്രവൃത്തി നടക്കാൻ പോവുകയാണ്. പാറക്കടവത്ത് വളരെ കാലം പഴക്കമുള്ള ഒരു പാലമുണ്ട്, പള്ളിക്ക് തൊട്ടടുത്ത്. ആ പാലം ഏത് സന്ദർഭത്തിലും അപകടത്തെ നേരിടുന്ന സാഹചര്യം വന്നപ്പോൾ ആ പാലം പുതുക്കിപ്പണിയാൻ പൊതുമരാമത്ത് വകുപ്പ് തീരുമാനിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് പാലത്തിൻ്റെ പ്രവൃത്തി ഇന്ന് ഉദ്ഘാടനം ചെയ്തു. ഈ വടക്കുംപാട് വഞ്ചിപ്പാറ റോഡ് നാട്ടിലെ കനത്ത മഴയെ തുടർന്ന് നമ്മൾ ഓർമ്മയിലൊന്നും ഇല്ലാത്ത നിലയിലുള്ള മഴയാണ് ഈ തവണ പെയ്തത്. 2018-ലും 2019-ലും മഴ പെയ്തപ്പോൾ ഏറ്റവും വലിയ മഴ അതായിട്ടാണ് നമ്മൾ കണക്കാക്കിയത്. എന്നാൽ ഈ തവണ തോരാത്ത മഴയുടെ പ്രത്യേകത വെള്ളത്തിന്റെ അളവ് വർദ്ധിച്ച മഴ. ഈ മഴയത്താണ് വയനാട്ടിൽ വൻതോതിൽ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഉണ്ടായത്. ആയിരക്കണക്കിന് ആളുകളാണ് ഇപ്പോഴും പുനരധിവാസത്തിന്റെ പാതയിൽ നിൽക്കുന്നത്. 300-ലധികം ആളുകൾ മരണപ്പെട്ടു. ഇപ്പോഴും മൃതശരീരം പൂർണ്ണമായി കണ്ടുകിട്ടിയില്ല. ഈ ദുരന്തത്തിന്റെ പ്രധാന കാരണം പെയ്ത മഴയാണ്. നമ്മുടെ ഈ കുറ്റ്യാടി അത്തോളി റോഡ്, പാവങ്ങാട് വരെയുള്ള റോഡ് പല ഭാഗത്തും തകർന്നുപോയി. റോഡിലെല്ലാം വലിയ കുഴി രൂപപ്പെട്ടു. അതെല്ലാം അടച്ച്, കുഴിയെല്ലാം അടച്ച് റീടാറിംഗ് നടത്തി റോഡ് പഴയ സ്ഥിതിയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള അങ്ങേയറ്റത്തെ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ഈ വടക്കുംപാട് വഞ്ചിപ്പാറ റോഡ് നമ്മുടെ നാടിന്റെ അഭിമാനം ഉയർത്തി ഒരു പോറലും വെൽക്കാതെ ഈ റോഡ് നിലനിന്നു. ഞാനൊരു ഘട്ടത്തിൽ ഈ റോഡിലൂടെ യാത്ര ചെയ്ത് വന്നപ്പോൾ വളരെ ആശങ്കയോടുകൂടിയാണ് ഞാൻ വന്നത്. റോഡ് എവിടെയെങ്കിലും തകർന്നു പോയോ, അതും കൂടി നമ്മൾ ഏറ്റെടുക്കേണ്ടി വരുമല്ലോ. റോഡിന് ഒരു പോറലും വെൽക്കാതെ റോഡ് നിലനിന്നു. അതിന്റെ ടാറിങ്ങിന്റെ വീതി അല്പം നമ്മൾ ഉദ്ദേശിച്ചത്ര വീതി നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതിനുവേണ്ടി അനുവദിച്ച തുകയിൽ നിന്നുകൊണ്ട് ഈ റോഡ് വർക്ക് പൂർത്തീകരിക്കണം. എന്നാലും BMBC ആയിരിക്കണം ടാറിങ്. ആ നിലപാട് സ്വീകരിച്ച് ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് റോഡിന്റെ പണി മുമ്പോട്ട് പോയപ്പോൾ റോഡ് ഈ കനത്ത മഴയത്തും ഈ റോഡിനൊരു പോറൽ വെച്ചിട്ടില്ല. അതാണ് പൊതുമരാമത്ത് വകുപ്പിന്റെ ഇപ്പോഴത്തെ നിർമ്മാണ പ്രവൃത്തിയുടെ പ്രത്യേകത എന്നുള്ളത് കൂടി നാം തിരിച്ചറിയണം. ഈ റോഡ് ഈ രീതിയിലെല്ലാം രൂപപ്പെട്ട സമയത്തും ഈ റോഡിന്റെ പ്രശ്നത്തിൽ എല്ലാ വിഭാഗം ആളുകളും കക്ഷി രാഷ്ട്രീയതീതമായി എല്ലാവരും ക്ഷമയോടുകൂടി നിന്ന് സഹകരണാത്മകമായ നിലപാടാണ് ഈ കാര്യത്തിൽ സ്വീകരിച്ചത്. ഇങ്ങനെ റോഡിന്റെ നിർമ്മാണവുമായി സഹകരിച്ച ഈ കന്നാട്ടി പ്രദേശത്തെ മുഴുവൻ ജനങ്ങളെയും വളരെ സന്തോഷപൂർവ്വം അഭിവാദ്യം ചെയ്യുകയാണ്, അവരോട് നന്ദി രേഖപ്പെടുത്തുകയാണ്. അവസാനം നമുക്കിപ്പോൾ റോഡ് യാഥാർത്ഥ്യമായി. ആ റോഡ്
നിങ്ങളെല്ലാം ഉപയോഗിച്ചു തുടങ്ങിയിട്ട് കുറച്ച് ആയിട്ടുണ്ടെങ്കിലും റോഡിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ഇന്നാണ് നിർവഹിക്കുന്നത്. ഈ റോഡ് ഈ നാടിന് വേണ്ടി സമർപ്പിക്കാൻ ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി സഖാ PA മുഹമ്മദ് റിയാസ് അവരുടെ ക്ഷണിക്കുന്നു. ചങ്ങരോത്ത് ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീ ഉണ്ണി, മറ്റ് ജനപ്രതിനിധികൾ എല്ലാവരുടെയും പേര് പറഞ്ഞതായി കണക്കാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ശ്രീമതി ജയശ്രീ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ, വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃനിരയിൽ പ്രവർത്തിക്കുന്നവർ, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, പ്രിയപ്പെട്ടത്, ഈ റോഡ് ദീർഘകാലമായി നിങ്ങളെല്ലാവരും പ്രവൃത്തി പൂർത്തീകരിക്കാൻ ഉള്ള പ്രതീക്ഷയിൽ നിലകൊണ്ടുവന്നാണ്. 3.3 കിലോമീറ്ററുള്ള ഈ റോഡ് 5 കോടിയോളം രൂപ മുടക്കിയാണ് നവീകരിച്ചിട്ടുള്ളത്. കരാറുകാരുടെ ഭാഗത്തു നിന്നും ചില അലംഭാവം ഉണ്ടായി. പക്ഷെ സർക്കാർ എല്ലാവരുമായി ചർച്ച ചെയ്ത് കർശനമായ ഇടപെടൽ ഇതുമായി ബന്ധപ്പെട്ട് നടത്തി. 3 കരാറുകാരെ ഒരു പ്രവൃത്തിയുടെ ഭാഗമായി ഒഴിവാക്കേണ്ടി വന്നു എന്നുള്ളത് യഥാർത്ഥത്തിൽ ഗിന്നസ് ബുക്കിൽ പേര് വരാൻ സാധ്യതയുള്ള ഒരു റോഡാണ്. ഇവിടെ രാമകൃഷ്ണൻ ചൂണ്ടിക്കാട്ടിയതുപോലെ ഇത് യാഥാർത്ഥ്യമാകുമോ എന്ന് സ്വാഭാവികമായിട്ടും മനുഷ്യന്മാർ സംശയിച്ചു പോകും. എന്നാൽ തെറ്റായ പ്രവണതകളോട് ഒരു തരത്തിലും സന്ധി ചെയ്യാത്ത നിലപാടാണ് സർക്കാർ ഈ വിഷയത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. അത്തരം നിലപാട് തന്നെയാണ് ഈ റോഡ് നവീകരണം പൂർത്തീകരിക്കുന്നതിന്റെ കാരണമായി മാറിയിട്ടുള്ളത് എന്നുള്ളത് ഞാൻ ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുന്നു. വളരെ സന്തോഷത്തോടുണ്ട് വടക്കുംപാട് വഞ്ചിപ്പാറ ഗോപുരത്തിലിടം റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുകയാണ്. BMNBC റോഡാണത് എന്നുള്ളത് നിങ്ങൾക്കൊക്കെ അറിയാം. എന്താണ് BMNBC എന്നുള്ളത് സ്വാഭാവികമായിട്ട് നിങ്ങൾ ചിന്തിക്കും. ഇന്ന് നമ്മുടെ രാജ്യത്ത് റോഡ് നിർമ്മാണ രീതിയിൽ ഏറ്റവും ഗുണനിലവാരം ഉറപ്പുവരുത്താവുന്ന നിർമ്മാണ രീതി BMNBC ആണ്. സാധാരണ ചിപ്പിംഗ് കാർപ്പറ്റ് റോഡ് നിർമ്മാണത്തെക്കാൾ BMNBC റോഡ് ദീർഘകാലം ഈട് നിൽക്കുമെന്നുള്ളതാണ് വസ്തുത. BMNBC റോഡിന് 5 മുതൽ 8 വർഷത്തേക്ക് ഒരു കുഴപ്പവും വരില്ല എന്നുള്ളതാണ് ഇതുവരെയുള്ള അനുഭവം. കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിലുള്ള റോഡുകൾ 30,000 കിലോമീറ്റർ. 2021 മെയ് 20 ഈ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ലക്ഷ്യം വെച്ചത് പ്രകടന പത്രികയിൽ ചൂണ്ടിക്കാട്ടിയത് 50% PWD റോഡുകൾ BMNBC റോഡുകളായി 5 വർഷത്തിനിടയിൽ മാറ്റണമെന്നുള്ളത്. അതായത് 2026 ആകുമ്പോഴേക്കും കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പിന്റെ 50% റോഡുകൾ, അതായത് 15,000 കിലോമീറ്റർ റോഡുകൾ BMNBC ആക്കണമെന്നുള്ളതാണ്. ഇതിന് പ്രത്യേക പദ്ധതി സർക്കാർ ആവിഷ്കരിച്ചു. എന്നാൽ 15,000 കിലോമീറ്റർ റോഡുകൾ BMNBC ആക്കി മാറ്റി തീർക്കാൻ 5 വർഷം വേണ്ടി വന്നില്ല. സർക്കാർ 3 വർഷം പൂർത്തീകരിച്ചപ്പോൾ തന്നെ കേരളത്തിലെ PWD റോഡുകളുടെ 50% BMNBC ആക്കി മാറ്റി തീർക്കാനായി എന്നുള്ള സന്തോഷ വിവരം നിങ്ങളെ പ്രത്യേകം അറിയിക്കാൻ ഈ വേള ഞാൻ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾ ചിന്തിക്കും, എന്നാ പിന്നെ എല്ലാ റോഡും BMNBC ആക്കിയ പോലെ. ശരിയാണ്, എല്ലാ റോഡും BMNBC ആക്കാം. പക്ഷേ അതിന്റെ ചെലവാണ് ഒരു പ്രശ്നം. 1 കിലോമീറ്റർ റോഡ് ഇപ്പോൾ ഇത് നമ്മുടെ അടുത്ത് പരിശോധിച്ചാൽ 3.3 കിലോമീറ്റർ റോഡാണ്. 1 കിലോമീറ്റർ റോഡ് ചിപ്പിംഗ് കാർപ്പറ്റ് നിർമ്മാണവും BMNBC തമ്മിലുള്ള ചെലവിന്റെ വ്യത്യാസം എടുത്താൽ ഒരു 50 ലക്ഷം രൂപ അധികം വേണം. അപ്പൊ 3 കിലോമീറ്റർ ഇവിടെ സർക്കാർ ഈ റോഡിന് വേണ്ടി ഏകദേശം 1.25 കോടി രൂപയാണ് അധികം ചെലവഴിച്ചത്. ചിപ്പിംഗ് കാർപ്പറ്റ് റോഡ് നിർമ്മാണമാണെങ്കിൽ വരുന്ന ചെലവിനേക്കാൾ 1.25 കോടി രൂപയാണ് അധികം ഈ റോഡിന് വേണ്ടി ചെലവഴിച്ചത്. അങ്ങനെ പരമാവധി റോഡുകളെ BMNBC ആക്കി മാറ്റി തീർക്കാനാണ് ഇപ്പോൾ സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പേരാമ്പ്ര നിയോജക മണ്ഡലത്തിൽ ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം 6 റോഡുകൾ BMNBC റോഡുകളായി മാറി. 30 കിലോമീറ്ററാണ് ഈ 6 റോഡുകളുടെ നീളം. 30 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 15 കോടി അധികമാണ്.
പേരാമ്പ്ര നിയോജക മണ്ഡലത്തിലെ റോഡുകളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്താൻ വേണ്ടി സർക്കാർ ചെലവഴിച്ചിട്ടുള്ളത്. റോഡിന്റെ പൊതുസ്ഥിതി മനസ്സിലാക്കി നോക്കുമ്പോൾ നമുക്കറിയാം 8 മീറ്ററായി റോഡ് ഉയർത്തുവാൻ ആളുകൾ സ്ഥലം വിട്ടു നൽകി. അവരെ പ്രത്യേകമായി അഭിനന്ദിക്കാൻ ഈ വേള ഞാൻ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. പേരാമ്പ്ര നിയോജക മണ്ഡലത്തിൽ ബഹുമാന്യനായ TPയുടെ നേതൃത്വത്തിൽ പശ്ചാത്തല വികസന മേഖലയിലും മറ്റു മേഖലയിലും വലിയ നിലയിലേക്കുള്ള വികസന കുതിപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം. ഈ സർക്കാർ വന്നതിന് ശേഷം മാത്രം 2021 മാത്രം 12 പ്രവർത്തികളാണ് വലുതും ചെറുതുമായി ഈ നിയോജക മണ്ഡലത്തിൽ മാത്രം പൂർത്തീകരിച്ചത്. 2016 മുതൽ എടുത്താൽ LDF സർക്കാർ വലിയ പരിഗണനയാണ് പേരാമ്പ്ര നിയോജക മണ്ഡലത്തിൽ നൽകിയിട്ടുള്ളതെന്ന് കാണാൻ വേണ്ടി സാധിക്കും. പേരാമ്പ്ര ബൈപ്പാസ് എത്ര കാലത്തെ ജനങ്ങളുടെ ആഗ്രഹമാണ്, അത് യാഥാർത്ഥ്യമായി. 6 റോഡ് പ്രവൃത്തികൾ ഇപ്പോൾ പുരോഗമിക്കുന്നു. കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെട്ട റോഡുകൾ നമുക്ക് സ്ഥലമേറ്റെടുക്കൽ ഉൾപ്പെടെ വിവിധ ഘട്ടങ്ങളിലായിട്ടുണ്ട്. ഇങ്ങനെ വലിയ മുന്നേറ്റമാണ് ഈ നിയോജക മണ്ഡലത്തിൽ ശ്രീ TPയുടെ നേതൃത്വത്തിലുള്ള വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി നടന്നുകൊണ്ടിരിക്കുന്നു. പശ്ചാത്തല വികസന മേഖലയിൽ ഇനിയും നമുക്ക് സാധ്യമാകുന്ന കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാം. റോഡുകൾ, പാലങ്ങൾ എന്നിവ നമുക്കറിയാം. നമ്മുടെ കാലാവസ്ഥ ഒരു പ്രശ്നമാണ്. ഇവിടെ നേരത്തെ ചൂണ്ടിക്കാട്ടി ചില മഴ ശക്തമായത് കാരണം ചില പ്രശ്നങ്ങൾ. ഇപ്പോൾ കേരളത്തിലെ റോഡുകൾ നേരിടുന്ന പ്രശ്നം എടുത്ത് പരിശോധിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ 30,000 കിലോമീറ്റർ റോഡുകളിൽ ഒരു 22,000 കിലോമീറ്റർ റോഡുകളിലും ബോർഡുണ്ട്. പച്ച ബോർഡ് അല്ലെങ്കിൽ നീല ബോർഡ്. പച്ച ബോർഡ് പുതിയ റോഡ് ഉണ്ടാക്കി നിശ്ചിത കാലാവധി പരിപാലന കാലാവധിയിൽപ്പെടുന്നതാണ്. അതിനെന്ത് കുഴപ്പമുണ്ടെങ്കിലും ബന്ധപ്പെട്ട കരാറുകാർ നിർവഹിക്കണമെന്ന് അവരുടെ ഫോൺ നമ്പറൊക്കെ എഴുതി വെച്ച് ജനങ്ങൾ കാഴ്ചക്കാരല്ല കാവൽക്കാരാണെന്ന് എഴുതി വെച്ച റോഡുകളാണ്. നീല ബോർഡുകൾ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി പുതിയൊരു കരാർ സംവിധാനം. പരിപാലന കാലാവധി കഴിഞ്ഞാൽ 1 വർഷത്തേക്കുള്ള കരാർ നേരത്തെ തന്നെ നിശ്ചയിച്ച് നൽകുന്ന റണ്ണിംഗ് കോൺട്രാക്ട്, അതാണ് നീല ബോർഡ്. അതിലും ജനങ്ങൾ കാഴ്ചക്കാരല്ല കാവൽക്കാരാണ് എന്ന് എഴുതി വെച്ച് കരാറുകാരുടെ പേര്, ഫോൺ നമ്പർ, ഉദ്യോഗസ്ഥരുടെ ഫോൺ നമ്പർ, ടോൾ ഫ്രീ നമ്പർ എഴുതി വെച്ചു ജനങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വിളിക്കും. ഈ റോഡുകളിൽ കുഴി ഉണ്ടാകാൻ പാടില്ല, ഈ റോഡുകളിൽ കുഴപ്പങ്ങൾ ഉണ്ടാകാൻ പാടില്ല. ഉണ്ടെങ്കിൽ ജനങ്ങൾക്ക് തന്നെ നേരിട്ട് വിളിക്കാം. അതാണ് അതിന്റെ പ്രത്യേകത. ഇങ്ങനെ 22,000 കിലോമീറ്റർ റോഡുകളിൽ പച്ചയും നീലയും ബോർഡുകളായി വെച്ചിട്ടുണ്ടാവും. ആ റോഡുകൾക്കൊന്നും ഒരു കുഴപ്പമില്ല, നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും. എന്നാൽ കുഴപ്പമുള്ളത് ബാക്കി ഒരു 8,000 കിലോമീറ്റർ റോഡാണ്. അതിൽ ചിലത് കിഫ്ബി റോഡുകളാണ്, കിഫ്ബി റോഡിന്റെ പ്രവൃത്തിയായിട്ട് ബന്ധപ്പെട്ടാണ്. ചിലത് നമ്മൾ കുടിവെള്ളത്തിന് വേണ്ടി റോഡ് കീറുന്ന പ്രശ്നമാണ്. അതാണ് ഇപ്പോൾ ഒരു പ്രധാന വിഷയം. അത് പരിഹരിക്കാൻ എല്ലാ വകുപ്പുകളും ഏകോപനമായി ജലസേചന വകുപ്പുമായിട്ടൊക്കെ തന്നെ ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. എന്നാൽ 22,000 കിലോമീറ്റർ വരുന്ന കേരളത്തിലെ റോഡുകൾ തൊട്ടുകൊണ്ട് ഓരോ റോഡിനും ഒരു കരാറുകാരന് ചുമതല ഉണ്ട് എന്നുള്ള നിലയിലേക്ക് മാറ്റി തീർക്കാനായി എന്നുള്ളത് ഏറെ ഗുണകരമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. പിന്നെ കാലാവസ്ഥ വ്യതിയാനം. കാലാവസ്ഥ വ്യതിയാനം, മഴ ഉൾപ്പെടെ പ്രശ്നങ്ങൾ റോഡുകളെ ബാധിക്കുന്നു. അത് പലതരത്തിലുള്ള പ്രശ്നമായി വരുന്നു. എന്തുകൊണ്ട് നിങ്ങൾ ഇതിന് പുതിയ പഠനം നടത്തുന്നില്ല എന്ന് വരെ പലരും ചോദിക്കുന്നു. വളരെ ന്യായമാണ്. പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിൽ ഒരു റിസർച്ച് സെന്റർ ഉണ്ട്, KHRI. അക്കാര്യത്തിൽ ഒരു പഠന പ്രക്രിയക്ക് ഇപ്പോൾ തുറക്കിട്ടിരിക്കുകയാണ്. വളരെ ഗൗരവമേറിയ ചില കണ്ടെത്തലുകൾ ഇതിന്റെ ഭാഗമായി വന്നു. റോഡ് നിർമ്മാണത്തിലെ പ്രധാന അസംസ്കൃത വസ്തു പാറയും കല്ലുമാണ് എന്ന് നമുക്കറിയാം. റോഡ് നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന പാറയിലാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രധാനമായും പഠനം കേന്ദ്രീകരിച്ചത്. അഗ്രിഗേറ്റുകളിൽ ഉയർന്ന തോതിൽ സിലിക്ക അടങ്ങിയിരിക്കുന്നതായിട്ടാണ് ആ പഠനം കണ്ടെത്തിയത്. ഇത് ഒരു അസിഡിക് സ്വഭാവം വർദ്ധിപ്പിക്കുന്നത് ഈർപ്പം കൂടാൻ കാരണമാകുമെന്നും ആ പഠനത്തിൽ കണ്ടെത്തി. ഞങ്ങൾ അവരുമായിട്ട് ദീർഘനേരം ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചു. കൂടുതൽ ഈർപ്പമുണ്ടായ റോഡുകൾ വേഗം തകരാൻ ഇടയാകും, അതൊരു പ്രശ്നമായി മാറുന്നു. അതായത് മഴ കൂടുതൽ പെയ്യുന്നിടങ്ങളിൽ പെയ്ത് തോർന്നാലും കൂടുതൽ ഈർപ്പം അവിടെ നിലനിൽക്കും, അത് റോഡുകൾ തകരാൻ കാരണമാകുമെന്നാണ് പഠനം കണ്ടെത്തുന്നത്. ഹൈഡ്രേറ്റഡ് ലൈം, സിമന്റ് പോലെയുള്ളവ ബിറ്റുമിനസ് മിക്സിൽ ചേർക്കുന്നത് ഈർപ്പത്തെ വളരെയധികം കുറക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അത് പരീക്ഷിക്കാൻ വേണ്ടി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ്. അത് നിർമ്മാണം നടക്കുന്ന റോഡുകളിൽ കൂടി നമ്മൾ ഉറപ്പാക്കണം എന്നിപ്പോൾ ആലോചിക്കുന്നു. അതിനുള്ള പദ്ധതികൾ ഉടനെ ഈ ചർച്ചയ്ക്ക് ശേഷം പ്രഖ്യാപിക്കും. അതോടൊപ്പം റോഡുകളിൽ പലപ്പോഴായി കാണുന്നത് ഓരോ തവണ ടാർ ചെയ്യുമ്പോഴും കനം കൂടി 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 വരുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതായത് നിലവിലുള്ള റോഡിന് മുകളിൽ തന്നെ അസംസ്കൃത വസ്തുക്കൾ ഇടുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം. അതിന് പകരം
മില്ലിങ്ങിലൂടെ അവ പുനരുപയോഗിക്കുവാനുള്ള സാധ്യത പരിശോധിക്കുകയാണ്. അതോടൊപ്പം ഫുൾ ഡെപ്ത് റെക്ലമേഷൻ മെത്തേഡ് വ്യാപകമാക്കാൻ പോകുന്നു. ഇന്നിപ്പോൾ കുറ്റ്യാടി MLA കുഞ്ഞമുട്ടി മാഷുമായി ചർച്ച ചെയ്തപ്പോൾ അദ്ദേഹം FDR ഫുൾ ഡെപ്ത് റെക്ലമേഷൻ, അതായത് നിലവിലുള്ള റോഡിന്റെ അടി തന്നെ കുഴിച്ച് അത് തന്നെ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ചെലവ് കുറയും, മറ്റ് പാരിസ്ഥിതിക പ്രശ്നത്തിനൊക്കെ കുറവുണ്ടാവും. പക്ഷെ ചില വിഷയങ്ങൾ കുഞ്ഞമുട്ടി മാഷ പോലുള്ള ചിലർ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട്, അത് ഉൾപ്പെടെ ചർച്ച ചെയ്യും. ഇങ്ങനെ കാലാവസ്ഥക്കനുസരിച്ച് റോഡുകളുടെ നിർമ്മാണത്തെ കേരളത്തിൽ മാറ്റേണ്ടത് അനിവാര്യമാണ്. എത്ര കാലമായി, 1957 മുതൽ ആദ്യ ഗവൺമെന്റ് വന്നത് മുതൽ ഇന്ന് വരെ നമ്മൾ ചർച്ച ചെയ്യുന്നതാണ് റോഡുകൾ, മഴ കാരണമുള്ള പ്രശ്നങ്ങൾ. ഇതിന് പരിഹാരം കാണാൻ പുതിയ പഠനം ഇതുമായി ബന്ധപ്പെട്ട് നടത്തി മുന്നോട്ട് പോകാനാണ് വകുപ്പ് ഉദ്ദേശിക്കുന്നത്. ഒരു ഡിസൈൻ പോളിസി ഇന്ത്യയിൽ ആദ്യമായി നമ്മുടെ സംസ്ഥാനത്ത് പൊതുമരാമത്ത് ടൂറിസം മേഖലയിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. കാലാവസ്ഥാ വ്യതിയാനത്തിനനുസരിച്ച് ഇത് കുറെ കൂടി പഠന വിധേയമാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പ്രകൃതിക്ഷോഭങ്ങളെ മറികടക്കാൻ കഴിയുന്ന നിർമ്മിതികളെ കുറിച്ച് ഇപ്പോൾ ആലോചിക്കുകയാണ്. അതിന് പ്രത്യേക ഡിസൈൻ പോളിസി വർക്ക്ഷോപ്പ് ഈ സെപ്റ്റംബർ മാസം നടക്കാൻ വേണ്ടി പോകുന്നു. ഇങ്ങനെ സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും, തെറ്റായ പ്രവണതകൾ ഇല്ലാതാക്കുക, അതോടൊപ്പം കാലാവസ്ഥാ വ്യതിയാനം കാരണമുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നീ നിലയിൽ നടത്തിക്കൊണ്ടാണ് വകുപ്പ് മുന്നോട്ട് പോകുന്നത്. പേരാമ്പ്ര നിയോജക മണ്ഡലം ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നടത്തി മുന്നോട്ട് പോകുന്ന മണ്ഡലമാണ്. ശ്രീ TP അദ്ദേഹം നേരത്തെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിന്റെ ഭാരവാഹി, സംസ്ഥാന നേതാവാണ്, ഇപ്പോഴുമാണ്. എന്നാൽ അതോടൊപ്പം ഇപ്പോൾ LDFന്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന കൺവീനറായി തെരഞ്ഞെടുത്തിരിക്കുകയാണ്. സ്വാഭാവികമായും അദ്ദേഹത്തിന് കേരളത്തിലാകെ ഓടി നടന്ന് ഓരോ വിഷയങ്ങളിൽ ഇടപെടേണ്ടത്. നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്ന ഒരു മുന്നണിയുടെ സംസ്ഥാന കൺവീനർ എന്നുള്ള നിലയിൽ ഈ മണ്ഡലത്തിൽ മാത്രം എല്ലാ സമയത്തും നിൽക്കാൻ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് സാധിക്കില്ല. ഇത് കണ്ടുകൊണ്ടാണ് LDF സ്റ്റേജിൽ പല മുന്നണിയും പല രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാകും. എന്നാലും ഞാൻ പ്രതിദാനം ചെയ്ത ഒരു മുന്നണിയുടെ വന്നിട്ടില്ല. അതെ ഭാരവാഹി, ഒരു പ്രവർത്തകൻ എന്നുള്ള നിലയിൽ LDF തളരരുത് എന്ന ആഗ്രഹമുള്ള ഒരു മന്ത്രി എന്നുള്ള നിലയിൽ കൺവീനർ പരമാവധി കേരളത്തിൽ ഓടിക്കോട്ടെ. ഈ മണ്ഡലത്തിന്റെ ഓരോ കാര്യങ്ങളും ഞങ്ങൾ മന്ത്രിമാർ നോക്കിക്കൊള്ളാം എന്നുള്ളതും പ്രത്യേകം ചൂണ്ടിക്കാട്ടാൻ ഈ വേള ഞാൻ ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. മറ്റു കാര്യങ്ങളിലേക്ക് ഒന്നും കടക്കുന്നില്ല. വികസന പ്രവർത്തനത്തിന്റെ കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും ഒരു രാഷ്ട്രീയമേ ഉള്ളൂ. ഇവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുണ്ട്. നേരത്തെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറെ ബാബു പരിചയപ്പെടുത്തി. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുണ്ട്. വികസന പ്രവർത്തനത്തിൽ ഒരു സംശയം വേണ്ടതില്ല. നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന ക്രിയാത്മകമായ ഏത് നിർദ്ദേശങ്ങളിൽ പരിപൂർണ പിന്തുണ നൽകി സ്വീകരിക്കാൻ, നടപ്പിലാക്കാനുമുള്ള എല്ലാ ശ്രമവും തുടരും. അതിൽ നമുക്ക് ഒരുമിച്ച് നിൽക്കാം എന്നുള്ളത് കൂടി ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നിർത്തുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. രാമകൃഷ്ണ, ഞാൻ കർണാടകയുടെ വികസന വഴികൾ വൈദ്യുതീകരണത്തിൻ്റെ കാലം മുതൽ തൻ്റേതായ വ്യക്തിത്വം പ്രകടിപ്പിച്ച കർണാടകയുടെ അദ്ദേഹത്തെയും ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ ആദരിക്കുകയാണ്. ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച ബഹുമാന്യനായ പേരാമ്പ്ര ശ്രീ ടി